ഞങ്ങളുടെ ഗവൺമെൻറ് മോഡൽ സ്കൂള് കോട്ടയം ടൗണിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും സാമ്പത്തികമായും ഒത്തിരി പിന്നോക്കാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങളാണ് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നത്. അപ്പം ഞങ്ങൾ ടീച്ചേഴ്സ് ആയാലും ഞങ്ങളുടെ ഓഫീസിലെ ജീവനക്കാരാണേലും ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടായിട്ടും ശരിക്കും ഒരു അച്ഛനും അമ്മയും പോലെ തന്നെയാണ് അവരുടെ എല്ലാ കാര്യങ്ങളും അവരുടെ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കി അവർക്ക് എപ്പോഴും ഒരു നല്ല അന്തരീക്ഷം സ്കൂളിൽ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പഠിക്കുവാനായിട്ട്. അതുപോലെ പഠിക്കുവാനുള്ള സാമഗ്രികൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ടെന്ന് ഉറപ്പാക്കുന്നുണ്ട്. എല്ലാവരും ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട് പോലെ തന്നെ ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ മക്കളാണ് ഇവർ. അത്രയും ഞങ്ങൾ സ്നേഹത്തോടെ, അവർക്കും അങ്ങനെ തന്നെയാണ്, കുഞ്ഞുങ്ങൾക്കും ഭയങ്കര സ്നേഹമാണ് എല്ലാവരെയും. അത്രയും ഒരു അറ്റാച്ച്മെന്റ് ഞങ്ങൾക്ക് ഉണ്ട്. പിന്നെ ഉച്ചഭക്ഷണമായാലും പാഠപുസ്തകമായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പം അധ്യാപകർക്ക് ഒരു മികച്ച ഒരു അധ്യാപനം കാഴ്ചവെക്കാനായിട്ട് സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ഞങ്ങൾക്കൊരു ആശ്വാസമാണ്. ഇത് കൂടാതെ സന്നദ്ധ സംഘടനകൾ നമ്മുടെ സ്കൂളിനെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു അന്തരീക്ഷമാണ്. എങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വീടൊക്കെ ഇടിഞ്ഞു പോയ കുഞ്ഞുങ്ങൾ ഒക്കെ ഉണ്ട്. അതിനുവേണ്ടി ഞങ്ങളിങ്ങനെ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ഞങ്ങൾ മാക്സിമം നോക്കുന്നുണ്ട്. ഞങ്ങളും നല്ല സഹായമായിട്ട് ഞങ്ങളും കൂടെ തന്നെയുണ്ട്. പിന്നെ റിസൾട്ട് തുടർച്ചയായിട്ട് 21 വർഷമായിട്ട് 100% വിജയമാണ് ഈ സ്കൂളിനുള്ളത് SSLCക്ക്. അപ്പൊ അതും അധ്യാപകരുടെയും ഇതിലുപരി കുഞ്ഞുങ്ങളുടെയും രക്ഷിതാക്കളുടെയും PTA-യുടെയും ഒക്കെ നല്ല ഒരു പ്രോത്സാഹനം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഞങ്ങളൊക്കെ നല്ല കഷ്ടപ്പെടുന്ന പോലെ തന്നെ രക്ഷിതാക്കളും ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്കുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങളിലും അങ്ങനെ തന്നെ ഞങ്ങളെ കരുതുന്നു. അത്രയും ഒരു അടുപ്പമുള്ളതുകൊണ്ട് അവർ ഞങ്ങളെ നല്ലതായിട്ട് തന്നെ അവരെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ റിസൾട്ട് നല്ല മികച്ചമായ റിസൾട്ടാണ് ഞങ്ങൾക്ക് ഈ കുട്ടികളുടെ ഈ ബുദ്ധിമുട്ടിലും അവർ നേടിയെടുത്തത്. അത് ഞങ്ങൾക്ക് ഒരു അംഗീകാരമായിട്ട് ഞങ്ങൾ കരുതുന്നു. ഇത്തവണത്തെ പരീക്ഷ വന്നു, റിസൾട്ട് വന്നു, എല്ലാവർക്കും ടീച്ചർമാരുടെ സപ്പോർട്ട് കാരണമാണ് ഞങ്ങൾക്ക് ഇത്രയും നേടാനായിട്ട് സാധിച്ചത്. ടീച്ചർമാരില്ലെങ്കിൽ ഇത്രയൊന്നും കഴിയില്ലായിരുന്നു. നേരത്തെ മുതലേ 10ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു പേടിയാണ്. എങ്ങനെയുണ്ട് നിങ്ങൾ പരീക്ഷയൊക്കെ എഴുതിയപ്പോൾ? എങ്ങനെയുണ്ടായിരുന്നു? ഇല്ല, എളുപ്പമായിരുന്നു. ഇത്തവണത്തെ വലിയ കുഴപ്പമില്ലായിരുന്നു. മോഡലിനേക്കാളും ഞങ്ങൾക്ക് SSLC എളുപ്പമായിരുന്നു. ശരിക്കും ടീച്ചർമാരെയൊക്കെ സപ്പോർട്ട് കാരണം ഇതൊക്കെ നടന്നത്. നല്ല വിഷമമുണ്ട്. ടീച്ചർ ഇതുപോലെ നല്ല ടീച്ചർമാരെയൊക്കെ ഞങ്ങൾക്ക് ഇനി കിട്ടണമെന്ന് പ്രാർത്ഥിക്കുക. ഇത്രയൊക്കെ നല്ല ടീച്ചർമാരൊന്നും കിട്ടത്തില്ല. അതുപോലെ ടീച്ചർമാരെ ഇവരെല്ലാവരും കുടുംബകാര്യത്തിലും എല്ലാ കാര്യത്തിലും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പൊ ഇവരെ വിട്ടുപോകുന്നതിൽ നല്ല സങ്കടം. 3 ബാച്ചുകളിലായി 300ഓളം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളും UP ഹൈസ്കൂൾ വിദ്യാർത്ഥികളും ചേർന്ന് ഏകദേശം 350ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത്. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു എല്ലാ കുട്ടികളെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഓഡിറ്റോറിയം പൂർത്തിയാക്കുക എന്നുള്ളത്. അതിന് വേണ്ട ഒരു ശ്രമങ്ങളിലായിരുന്നു. ഞാനിവിടെ പ്രിൻസിപ്പളായി ചുമതലയെടുത്ത ശേഷം സംസ്ഥാന അധ്യാപക അവാർഡ് എനിക്ക് ലഭിക്കുകയും അതിന്റെ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ MLA ആയിരുന്നു. അതിനുവേണ്ടി എത്തിയപ്പോൾ അദ്ദേഹത്തോട് ഞാനിങ്ങനെ ഒരു ആവശ്യം പറയുകയും അദ്ദേഹം അതിന്റെ ആവശ്യകത ഏറ്റവും നന്നായി ഉൾക്കൊള്ളുകയും അതിനു വേണ്ട ക്രമീകരണങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരാമെന്ന് ഉറപ്പു തന്നിട്ടാണ് പോയത്. അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അദ്ദേഹം പിന്നീട് 69 ലക്ഷം രൂപ നമ്മൾക്ക് അനുവദിക്കുകയുണ്ടായി. ആ ഫണ്ടിൽ നിന്ന് ഇത് ഒരു ഓഡിറ്റോറിയം മാത്രമല്ല ഇവിടെ ഉള്ളത്, അതിനോടൊപ്പം തന്നെ ഒരു ഹൈടെക് ക്ലാസ് മുറി കൂടി ഇതിനോടൊപ്പം ഉണ്ട്. അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നത് അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്ന് തന്നെയാണ്. അത് തന്നെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ അതിനെ ഉൾക്കൊള്ളുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും അതുപോലെ സർക്കാരിന്റെയും വിദ്യാഭ്യാസ നയങ്ങൾ ഉത്കൃഷ്ട മൂല്യത്തോടു കൂടി തന്നെ നടപ്പിലാക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണിത്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള വളരെ മികച്ച വിദ്യാഭ്യാസമാണ്, മികച്ച അധ്യയനമാണ് കുട്ടികൾക്ക് ഇവിടെ നൽകി പോരുന്നത്. മികച്ച ഒരു ലൈബ്രറി ഈ സ്കൂളിലുണ്ട്. അതിനോടൊപ്പം തന്നെ പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങൾ, കലാകായിക പ്രവർത്തനങ്ങൾക്ക് എല്ലാം തന്നെ ഊന്നൽ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്കൂളാണ് ഇത്.
ഈ പുതിയ അധ്യയന വർഷത്തിൽ ഈ പുതിയ ഓഡിറ്റോറിയം ഞങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കും. അതിന്റെ അവസാന പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഞങ്ങളുടെ കുട്ടികളുടെ ആട്ടവും പാട്ടും ഒക്കെ ഞങ്ങൾ കാണാൻ വേണ്ടി അധ്യാപകരും PTA-യും അതുപോലെ അഭ്യുദയകാംക്ഷികളായ ഒരുപാട് ആൾക്കാരും കാത്തിരിക്കുകയാണ്. സന്തോഷമുണ്ട്.